2020 ലോകകപ്പിന്റെ ആവേശകരമായ സൂപ്പർ 8 പോരാട്ടങ്ങൾ അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആരാധകരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സമ്മർദ്ദമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇപ്പോൾ നിൽക്കുന്നത്. ടൂർണമെന്റിലെ കരുത്തരായ ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റുവാങ്ങിയ 76 റൺസിന്റെ കനത്ത പരാജയം ഇന്ത്യൻ ക്യാമ്പിനെ തെല്ലൊന്നുമല്ല ഉലച്ചിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ സെമി ഫൈനൽ പ്രതീക്ഷകൾ സജീവമായി നിലനിർത്താൻ നാളെ സിംബാബ്വെക്കെതിരെ നടക്കുന്ന പോരാട്ടം ഇന്ത്യക്കൊരു ഡു ഓർ ഡൈ മത്സരമാണ്. ചെന്നൈയിലെ ഐതിഹാസികമായ എം.എ. ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈ പോരാട്ടത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യക്ക് ചിന്തിക്കാനാവില്ല. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ പതറിയ ഇന്ത്യക്ക് പ്ലേയിംഗ് 11-ൽ മാറ്റങ്ങൾ വരുത്താതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നാണ് ടീം മാനേജ്മെന്റിന്റെ വിലയിരുത്തൽ. ടീമിലെ ചില മുൻനിര താരങ്ങളുടെ മോശം ഫോമും പിച്ചിന്റെ സ്വഭാവവും കണക്കിലെടുത്ത് കുറഞ്ഞത് 3 മാറ്റമെങ്കിലും നാളത്തെ മത്സരത്തിൽ ഉണ്ടായേക്കും. പ്രായോഗികമായ തീരുമാനങ്ങളിലൂടെ ടീമിനെ വിജയവഴിയിൽ തിരിച്ചെത്തിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് ക്യാപ്റ്റനും കോച്ചിനും മുന്നിലുള്ളത്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി പ്ലേയിംഗ് 11 പുറത്തായിരുന്ന സഞ്ജു സാംസൺ നാളെ ടീമിലേക്ക് തിരിച്ചെത്തുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. തിലക് വർമ്മയുടെ മോശം ഫോമാണ് സഞ്ജുവിന് വഴി തുറക്കുന്നത്. കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റും റൺസ് കണ്ടെത്താനുള്ള പ്രയാസവും തിലക് വർമ്മയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മധ്യനിരയിലോ അല്ലെങ്കിൽ ഓപ്പണിംഗിലോ സഞ്ജുവിനെ പരീക്ഷിക്കാൻ ഇന്ത്യ തീരുമാനിച്ചേക്കും. സഞ്ജു ടീമിലെത്തുന്നത് ഇന്ത്യക്ക് 2 ഗുണങ്ങൾ നൽകുന്നുമുണ്ട്. സഞ്ജു ഓപ്പണറായി ഇറങ്ങുകയാണെങ്കിൽ ഇഷാൻ കിഷനൊപ്പം ഒരു മികച്ച ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ഇന്ത്യക്ക് ലഭിക്കും. ഇത് സിംബാബ്വെ ബൗളർമാരുടെ ലൈനും ലെങ്തും തെറ്റിക്കാൻ സഹായിക്കും. അതോടൊപ്പം ചെന്നൈയിലെ പിച്ചിൽ സിംബാബ്വെ ഓഫ് സ്പിന്നർമാരെ ഉപയോഗിച്ച് ഇന്ത്യയെ പൂട്ടാൻ ശ്രമിക്കും. സ്പിന്നിനെതിരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്ന സഞ്ജുവിന് ഈ വെല്ലുവിളി മറികടക്കാൻ സാധിക്കും. സഞ്ജു ഓപ്പണറായാൽ ഇഷാൻ കിഷൻ 3-ാം നമ്പറിലേക്ക് മാറാനും സാധ്യതയുണ്ട്. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലെ പിച്ച് സ്പിന്നിനെ അകമഴിഞ്ഞ് തുണയ്ക്കുന്നതാണ്. അതിനാൽ തന്നെ സ്പിൻ നിരയിൽ നിർണായക മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയാതിരുന്ന വാഷിംഗ്ടൺ സുന്ദറിന് പകരം വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേൽ ടീമിലെത്തും. സിംബാബ്വെ നിരയിലെ ടോപ്പ് ഓർഡർ ബാറ്റർമാരിൽ ഭൂരിഭാഗവും വലംകയ്യന്മാരായതിനാൽ ഓഫ് സ്പിന്നറേക്കാൾ കൂടുതൽ ഫലപ്രദമാവുക ഇടംകയ്യൻ സ്പിന്നറായ അക്സർ ആയിരിക്കുമെന്നാണ് കരുതുന്നത്. കൂടാതെ ഫിനിഷറുടെ റോളിൽ തിളങ്ങാൻ കഴിയാതിരുന്ന റിങ്കു സിംഗിന്റെ അഭാവവും ടീമിനെ ബാധിച്ചേക്കാം. പിതാവിന്റെ അസുഖത്തെ തുടർന്ന് റിങ്കു നാട്ടിലേക്ക് മടങ്ങിയ സാഹചര്യത്തിൽ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ കുൽദീപ് യാദവിനെ ഇന്ത്യ പ്ലേയിംഗ് 11-ൽ ഉൾപ്പെടുത്തിയേക്കും. വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ എന്നീ സ്പിൻ ത്രയം നാളെ ചെന്നൈയിൽ മാന്ത്രികത കാണിക്കുമെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത്. സ്വന്തം തട്ടകമായ ചെന്നൈയിൽ വരുൺ ചക്രവർത്തിക്ക് മികച്ച റെക്കോർഡാണുള്ളത്. ബാറ്റിംഗ് നിര പതറുമ്പോഴും ഇന്ത്യൻ ബൌളിംഗ് ആശ്വാസം നൽകുന്നത് ജസ്പ്രീത് ബുംറയുടെ ഫോമാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മറ്റ് ബൌളർമാർ റൺസ് വഴങ്ങിയപ്പോഴും കൃത്യതയോടെ പന്തെറിഞ്ഞത് ബുംറയായിരുന്നു. സിംബാബ്വെയുടെ തുടക്കത്തിലെ വിക്കറ്റുകൾ വീഴ്ത്താൻ ബുംറയുടെ പ്രകടനം അത്യാവശ്യമാണ്. സ്പിന്നർമാർക്ക് കളി നിയന്ത്രിക്കാൻ ആവശ്യമായ അടിത്തറ ആദ്യ ഓവറുകളിൽ ബുംറ നൽകേണ്ടതുണ്ട്. നാളെ സിംബാബ്വെയെ തോൽപ്പിച്ചാൽ മാത്രം ഇന്ത്യക്ക് സെമി ഫൈനൽ ഉറപ്പിക്കാനാവില്ല. ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റുവാങ്ങിയ വലിയ തോൽവി ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അതിനാൽ നാളെ വലിയൊരു മാർജിനിൽ വിജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് സെമി ഫൈനൽ സാധ്യതകൾ സുരക്ഷിതമാക്കാൻ കഴിയൂ. ഈ സാഹചര്യത്തിൽ ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ ഫോം നിർണായകമാണ്. ഫോമിലായാൽ ഒറ്റയ്ക്ക് മത്സരം ജയിപ്പിക്കാൻ ശേഷിയുള്ള താരമായതിനാൽ ടീം മാനേജ്മെന്റ് അദ്ദേഹത്തിൽ വീണ്ടും വിശ്വാസം അർപ്പിക്കാനാണ് സാധ്യത. സിംബാബ്വെയും നിസ്സാരക്കാരല്ല. ആദ്യ മത്സരത്തിൽ തോറ്റ അവർക്കും സെമി ഫൈനൽ പ്രതീക്ഷകൾ നിലനിർത്താൻ നാളെ വിജയിച്ചേ മതിയാകൂ. ചെന്നൈയിലെ ചൂടേറിയ കാലാവസ്ഥയും സ്പിൻ പിച്ചും ഇരു ടീമുകളെയും ഒരുപോലെ പരീക്ഷിക്കും. ടീമിലെ അഴിച്ചുപണികൾ ഇന്ത്യക്ക് ഗുണകരമാകുമോ അതോ സിംബാബ്വെ അട്ടിമറി നടത്തുമോ എന്ന് നാളെ അറിയാം. എന്തായാലും സഞ്ജു സാംസന്റെ സാന്നിധ്യവും സ്പിൻ നിരയുടെ പ്രകടനവുമാകും മത്സരഫലത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ.